ഏകദേശം 12:30 അടുപ്പിച്ചായി. ഫുള്ള് റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളാ ഇൻലെറ്റിൻ്റെ പ്രഷർ കൂടുതൽ, ലൈനിൻ്റെ പ്രഷർ കൂടുതൽ, അപ്പം വെള്ളം ഫോഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് വെച്ച് അതുകൊണ്ട് നോർമലി ഇരിക്കുന്നു. ഞാൻ അടുത്ത പ്ലാന് വേറെ സൈറ്റൊക്കെ നോക്കണം. ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് ഇന്ന് ക്ലീനിങ് ഉണ്ട്, കുറച്ച് സെറ്റപ്പ് ചെയ്യണം. സാധനമൊക്കെ ഒന്ന് വെച്ച് കഴുകി ഇറങ്ങും. ഫോണിൻ്റെ ചാർജും തീർന്നു, 2 മണി അടുപ്പിച്ചാവാറായി. എന്നെ കൊണ്ട് ഫോണിനെ ഒന്ന് കുറച്ച് നേരം ചാർജ് കയറണം. ബാക്കി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. കുറച്ച് നേരം ഒന്ന് ഫോണിനെ ചാർജ് ചെയ്യണം. ഏകദേശം 4 മണി അടുപ്പിച്ച് രണ്ടാമത്തെ സ്റ്റെപ്പ് ചാർജിൽ വിട്ടുകൊണ്ട് പോവുകയും ചെയ്ത്. അഞ്ച് 5:30 ഇപ്പോൾ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു 6:66 ആകുമ്പോൾ ക്ലീൻ ചെയ്യണം. വെള്ളം ഭയങ്കര തണുപ്പാണ്. പിന്നെ കഴുകി ഇറങ്ങണം. അവിടെ ജോലി തന്നെ. പിന്നെ ഈ സമയത്ത് പിന്നെ ഇന്ന് ചെക്കിങ് ഒന്നും കാണില്ല. കഴുകി ഇറങ്ങും. പിന്നെ ക്ലോറിനേഷൻ മാത്രമേ ചെക്കിങ് കാണും. ഇവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ കാര്യമില്ല. ഏകദേശം 1/2 മണിക്കൂർ ഇവിടെ തന്നെ നിൽക്കില്ല. താഴെ പേരിൽ കൂടിയായിട്ട് അതാണ്. ഏകദേശം 6:18 ഇനി ലൈറ്റ് ഓഫ് ചെയ്ത് സപ്ലൈ കട്ടാക്കി ഇത് ഫയർ എക്സ്റ്റിങ്ക്വിഷൻ ഓൺ ആക്കണം. നല്ല വെള്ളം വരുമല്ലോ അവിടെ. പിന്നെ അതും ചെയ്യണം. അപ്പം എന്നാൽ ഇരുണ്ട് കിടക്കുകയും ചെയ്യും. രണ്ടും കെട്ടൊരവസ്ഥ. അതിൻ്റെ ഇടയിൽ നിൽക്കുക. ഓഫ് ചെയ്താൽ ഒന്നും കണ്ടുകയും ചെയ്തുകൂടാ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്യാം. ഇത് ഓൺ ചെയ്ത് തരണം. 6:30 അടുപ്പിച്ചായി. ഇനി അതും ചെന്ന് ക്ലീൻ ചെയ്യണം. കഴുകി ഇറക്കി. ഇനി അവിടെ റെഡിയാക്കാനും കൂടെ ഉള്ളു സ്ഥലം. ഇവിടെ കഴുകി ഇറക്കിയിട്ടുണ്ട്. അല്ല, ഇവിടെ മോപ്പിട്ടാണ് അടിച്ചിറക്കണം. ഇവിടെയാണ് അതിൻ്റെ അടി. ഫുള്ള് വൃത്തിയാക്കി കഴിഞ്ഞാൽ സെറ്റാക്കിയിടും.
പിന്നെ നമ്മളിരിക്കുന്ന സ്ഥലം അവിടുത്തെ ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. കൺട്രോൾ പാനൽ ഇവിടെ അങ്ങനെ തൊട്ട് കളിക്കില്ല, ചെറുതായിട്ട് തുറച്ചു വിടേ ഉള്ളൂ, ഞാൻ കയറില്ല. ഒരു പണിപാട് വേറൊരു സൈറ്റിൽ വെള്ളം പോയി പുറത്ത് കുറേ പോയിരുന്നു റോട്ടിൽ. അയ്യോ സംഭവം അവിടെ ഓപ്പറേറ്ററൊന്നുമില്ല, കമ്പ്യൂട്ടർ വഴി കൺട്രോൾ ചെയ്യണത്. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. അപ്പോൾ ഈ സമയത്ത് ഔട്ട് പോവേണ്ടതാണ്, പക്ഷെ പോയില്ല. ആരും അങ്ങനെ ഈ സമയത്തിന് ശ്രദ്ധിക്കുകയില്ല. നമ്മളതൊക്കെ 5:30-6 മണി വരെയൊക്കെ ശ്രദ്ധിക്കുകയുള്ളൂ. ഇപ്പോഴായിട്ട് പോയി 7 മണിയായപ്പോൾ. ഇപ്പോൾ കോൾ വന്നായിരുന്നു. അയ്യോ സംഭവം ഇതിൻ്റെ സൈഡിൽ നിന്ന് പോണത് ഈ പൊത്തേരെ ഇവിടെ നിന്ന് വെള്ളം വരും നിറയുമ്പോൾ. അതിൻ്റെ സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. ടാങ്കിൻ്റെ ടോപ്പ് വരെ തട്ടയുമില്ല, ആ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, പോയില്ലേ. ഇന്ന് നോർമലാണ്, വലിയ രസമില്ല ആകാശം. അതൊക്കെ വൃത്തിയാക്കി ഇപ്പോൾ കഴുകാൻ കൊണ്ടുവച്ചിരിക്കുന്നു. അത് ഇനി ചെയ്തിട്ട് പല്ലി വയ്ക്കണം, പിന്നെ ഡ്രസ്സ് കഴുകിയിടണം, അത്ര തന്നെ. ഇനി പല്ലി വയ്ക്കുക, ഇത് തന്നെ പണി. എല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഇനി പോയി തുണിയാണ് ചുടുക. ഇത് തന്നെ ജോലി. പണി ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞു. അയ്യോ തുണിയൊക്കെ നനച്ചിട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് തേയില കുടിക്കേണ്ട പ്ലാനിപ്പോൾ. കഴിച്ചിട്ട് വീട്ടിലും വിളിക്കണം, എന്നിട്ട് കിടന്നുറങ്ങണം. പോയി കിടന്നുറങ്ങാൻ പോകണം, ഉറക്കം വരണം. ഗുഡ് മോർണിംഗ്. ഇനി പോയി ഫുഡ് കഴിക്കണം, ഫുഡും കഴിക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഏകദേശം 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ട്. അതിനു മുമ്പേ ചായയും കുടിക്കുന്നു, ജലദോഷം പിടിച്ച്. ടൈം വെള്ളം ഒഴിച്ച് പൊരിച്ചേ ഉള്ളൂ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുളിക്കണം. ഇപ്പം വെയിലുണ്ട്, അല്ലെങ്കിൽ വെയിൽ ചൂട് പോയി കഴിഞ്ഞ് പിന്നെ കുളിക്കാൻ പറ്റില്ല. വെള്ളം ഭയങ്കര തണുപ്പായിരിക്കും. അത് കൂട്ടി വെച്ചാൽ വെള്ളം ഒഴിച്ച് വിട്ടിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പും കൂടി വെള്ളം ഒഴിച്ചാലേ എടുത്ത് കളയാൻ പറ്റുള്ളൂ. അത് കല്ല് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പൊളിച്ചു രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി. കുറച്ച് ഇത്രയൊന്നും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 10-20-30 എണ്ണമൊക്കെ അടിപൊളി കിട്ടിയാൽ മതി ഈ 3 സെക്ഷനിൽ. മുളക് പോയി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് 1.5 മണിക്കൂറും കഴിഞ്ഞിട്ട് ഇപ്പോൾ കുളിക്കണം. അത് തന്നെ പ്ലാൻ. ഇന്ന് നേരത്തെ എത്താന്ന് സൂര്യൻ. ഇട്ടിരിക്കുന്നു, ഡ്രസ്സ് മാറിയിട്ടിരിക്കുന്നു. സമയമായില്ല, ഇനിയും ഉണ്ട്. ഇനി 1.5 മണിക്കൂറോളം ഉണ്ട്. 5:30 അടുപ്പിച്ചായതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ സമയമായി 7 മണി അടുപ്പിച്ച് വന്ന്. ഇനി അടുത്തുള്ള പരിപാടി 9 മണിയാകുമ്പോൾ റീഡിങ് എടുക്കുക, എഴുതുക. 10-11 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കുക. നല്ല രീതിയിൽ വെള്ളം ലീക്കായി. ഫോട്ടോ അയച്ചു തന്നായിരുന്നു. 5:30 പായണം. പക്ഷെ എന്നാൽ ഞാൻ ചെക്ക് ചെയ്തപ്പം വലിയ ഇതില്ലായിരുന്നു. കാരണം നോർമലി അത് 4.20 ഇങ്ങനെ പോണയാണ്. 25 ആയി. നല്ല നല്ല വെള്ളമാണ്.
ബോഡി ഷോട്ടിൽ പോകും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.